ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവരാജ്യത്തിന് വളരെ വിലപ്പെട്ടവരും ഞങ്ങൾക്കൊത്തിരി അനുഗ്രഹവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ടെലിവിഷൻ പ്രോഗ്രാം നിമിത്തം ഇത് കണ്ട അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു അത്ഭുതകരമായ സൗഖ്യത്തെയും തൻ്റെ മാറ്റമില്ലാത്ത സമാധാനത്തെയും പകർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങൾ തുടർന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇന്നത്തെ വചന കേൾവിയാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തെ യേശു ക്രിസ്തു ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങൾ എത്ര വലിയ പരാജയത്തിലും പ്രതികൂലത്തിലും ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും അതിനകത്ത് നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായത്? വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും സർവശക്തനാകുന്ന ദൈവം സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ ആ കാഴ്ചയാണ് കാൽവറി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ, നാം കുറവുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാൻ അവൻ നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. യഥാർത്ഥ ദൈവസ്നേഹം എന്ത് എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ആദാമ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്: ബട്ട് ഗോഡ് ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഓൺ ലവ് ടുവേർഡ്സ് us. ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം ക്രൂശിൽ പ്രദർശിപ്പിച്ചു. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യത്തിലും പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നു: നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും, പക്ഷേ പാപിക്കും അഭക്തന്മാർക്കും വേണ്ടി ആരും മരിക്കാൻ തയ്യാറാകത്തില്ല. ക്രിസ്തു നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്നേഹത്തെ അവൻ നമ്മളോട് പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നമ്മളെ, അല്ലെങ്കിൽ ദൈവത്തിനോട് ശത്രുക്കളായിരുന്ന നമ്മളെ തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് ഒരു വലിയ നിരപ്പ് സ്വർഗത്തിലെ ദൈവം നൽകി. അതെ, നമ്മുടെ പാപത്തിൽ നിന്ന് സർവശക്തനാകുന്ന ദൈവം യേശു ക്രിസ്തുവിനാൽ നമുക്ക് വിമോചനം നൽകി. അതിന് കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഉപമകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ലൂക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഉപമ. അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നത് 99 ആടുകളെയും മരുഭൂമിയിൽ നിർത്തിയിട്ട് കാണാതെ പോയ ഒന്നിനെ ഇടയൻ അന്വേഷിച്ചു പോകുന്നു. അതിനെ കണ്ടെത്തി ചുമലിലെടുത്ത് സന്തോഷിക്കുന്നു. 2-ാമത്തെ ഉപമയിൽ യേശു ക്രിസ്തു പറയുന്നു: 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. ആ ഒന്ന് വീട് അടിച്ചുവാരി വിളക്ക് കത്തിച്ച് ആ ദ്രഹ്മയെ കർത്താവ് കണ്ടെടുക്കുന്നു. നോക്കി, 1-ാമത്തെ ഉപമയിൽ 100-ൽ 1 കാണാതെ പോയി. 2-ാമത്തെ ഉപമയിൽ 10-ൽ 1 കാണാതെ പോയി. 3-ാമത്തെ ഉപമയിൽ യേശു ക്രിസ്തു പറയുന്നു: ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് മുതൽ വാങ്ങി വിറ്റ് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. നോക്കുക, യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ 3 ഉപമയിലും കർത്താവ് വ്യക്തമാക്കുന്നത് കാണാതെ പോയ ഒന്നിനെ
തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു പക്ഷേ പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടോ പാപത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടോ നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഇനി ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആളായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും സ്നേഹിച്ചവനായ കർത്താവ് ഇന്ന് നിങ്ങളെ മടക്കി വിളിക്കുക. ആ മനുഷ്യനോട് കരുണ കാണിച്ച യേശു. നോക്കിയേ, പത്രോസ് ഏകദേശം 3.5 വർഷം യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നു. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ കണ്ടു. കർത്താവ് കൊടുത്തതൊക്കെ വാങ്ങി ഭക്ഷിച്ചു. കർത്താവ് യേശു ക്രിസ്തു അവനെ കടലിന് മീതെ കൂടെ നടത്തി. കടലിൻ്റെ അടിത്തട്ടിലൂടെ ഓടിപ്പോയ മീൻ്റെ വായിലിരുന്ന ചതുർദ്രഹ്മ നാണയത്തെ എടുത്ത് കരം കൊടുപ്പിച്ചു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ പത്രോസ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് കണ്ടവനും അനുഭവിച്ചവനുമാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതികൂലം വന്നപ്പോൾ, അവരുടെ ഗുരുവിനെ പിടിച്ചു കെട്ടിയപ്പോൾ, റോമ ഗവൺമെൻറ് നിയമങ്ങൾ പാസ്സാക്കിയപ്പോൾ പത്രോസ് ആകെ ഭയപ്പെട്ടു. ഒരു നിസ്സാര പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് വരെ യേശു ക്രിസ്തുവിനെ ഞാൻ അറിയത്തില്ലെന്ന് അവൻ തള്ളിപ്പറഞ്ഞു. വാസ്തവമായും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും പിന്നെ ആ വ്യക്തിയോട് സഹകരിക്കാൻ കഴിയത്തില്ല. കാരണം കൂടെ നടന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ തള്ളിക്കളഞ്ഞിട്ട് പോയി എന്ന് പറയും. എന്നാൽ നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ പത്രോസിനെ പിന്നെ കർത്താവ് കടൽക്കരയിൽ വെച്ച് കാണുമ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കനലിൽ ചുട്ട അപ്പവും നല്ല മീനും പത്രോസിനും ശിഷ്യന്മാർക്കും പങ്കുവച്ചിട്ട് യേശു ക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം കർത്താവ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, അതേ കർത്താവേ, സകലതും നീ അറിയുന്നു. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസികമായി നിങ്ങൾ തകർന്നിരിക്കുന്നൊരു വ്യക്തിയാണോ? മനുഷ്യൻ്റെ സ്നേഹം ലഭിക്കാതെ, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ, കുഞ്ഞുങ്ങളുടെ സ്നേഹം ലഭിക്കാതെ, അധ്യാപകരിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ, എല്ലാവരും ഒരു റിജക്ഷൻ അനുഭവിച്ച് എന്നെ കേൾക്കുന്നൊരു വ്യക്തിയാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ എല്ലാം കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുക. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ മഹാസ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചെന്ന, തൻ്റെ വാത്സല്യം കൊണ്ട് അവൻ നമ്മെ നിറച്ചെന്ന. അതേ, ദൈവത്തിൻ്റെ ആ ഗ്രേറ്റ് ലവ്, ആ മഹാസ്നേഹം ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ മേൽ അവൻ പകരുകയാണ്. ദൈവത്തിൻ്റെ ആ വലിയ വാത്സല്യം അവൻ നിങ്ങളുടെ മേൽ അയക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന തകർച്ചയാലോ പിന്മാറ്റത്താലോ ഒരു പാപത്തിൽ അകപ്പെട്ടു പോയതിനാലോ നിങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? പ്രവാചകന്മാർ നിനക്ക് ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യൻ നിങ്ങളെ നോക്കി നീ ഒരു മഹാപാപിയാ, നീ ഈ ഭവനത്തിൽ ജനിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ മനുഷ്യരും നാട്ടുകാരും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും യേശു കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം, ക്രൂശിൽ പ്രദർശിപ്പിച്ച സ്നേഹത്തിൽ ഒന്നാമത് കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം നമ്മുടെ പാപത്തെ ക്ഷമിച്ച സ്നേഹമാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടത്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. എല്ലാ മതങ്ങളും എല്ലാ മതാചാരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപികളാണെന്ന്. എന്നാൽ കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാൻ മനുഷ്യൻ തന്നെ ശ്രമിക്കുമ്പോൾ, കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിലും ഇത് തന്നെ പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. എന്നാൽ ആ പാപത്തിനകത്ത് നിന്നും എങ്ങനെയാണ് നമുക്ക് വിമോചനം പ്രാപിക്കാൻ കഴിയുന്നത്? വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, അവൻ്റെ കൃപയാൽ, യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ, ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടത്. യേശു ക്രിസ്തു നമ്മളെ നീതീകരിച്ചിരിക്കുന്നതിനാൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം സൗജന്യമായി ഈ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് സാധിക്കാൻ കഴിയാത്ത പാപക്ഷമ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്.
നിങ്ങൾക്ക് പാപവിമോചനം ലഭിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് കർമാചാരങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് പാപവിമോചനം ലഭിക്കാൻ പ്രത്യേകിച്ച് ഒരു മതത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് പാപവിമോചനം ലഭിക്കാൻ പ്രത്യേകിച്ച് ആർക്കും പണം കൊടുക്കണ്ട. നിങ്ങൾക്ക് പാപവിമോചനം ലഭിക്കാൻ പ്രത്യേകിച്ച് നേർച്ച കാഴ്ചകൾ കൊടുക്കണ്ട. നിങ്ങൾക്ക് പാപവിമോചനം ലഭിക്കാൻ ഈ ലോകപ്രകാരം നിങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷെ ഒന്ന് ചെയ്യുക, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായ യേശുവിലുള്ള കൃപയിൽ നിങ്ങൾ ആശ്രയിക്കുക, അവനിൽ നിങ്ങൾ വിശ്വസിക്കുക. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്ര വലിയ മഹാപാപിയാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിങ്ങളെ വിശുദ്ധരാക്കാൻ കഴിയും. മതവും മനുഷ്യരും ന്യായപ്രമാണവും കൂടെ ചേർന്ന് വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവളുടെ പാപത്തെ കർത്താവളോട് ക്ഷമിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, സ്ത്രീയെ, ഇനി മേലിൽ നീ പാപം ചെയ്യരുത്, നിന്റെ അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നോക്കി, നമ്മുടെ പാപത്തെ വിമോചിപ്പിക്കുവാൻ പാപമില്ലാത്ത ഒരു മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. മാത്സ് പഠിപ്പിക്കണമെങ്കിൽ മാത്സ് പഠിച്ചവർക്കേ കഴിയത്തുള്ളൂ. കെമിസ്ട്രി പഠിപ്പിക്കണമെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർക്കേ കഴിയത്തുള്ളൂ. ഡ്രൈവിംഗ് പഠിപ്പിക്കണമെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചവർക്കേ കഴിയത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ പാപത്തെ വിമോചിപ്പിക്കാൻ ഒരുവന് കഴിയണമെങ്കിൽ അവൻ പാപമില്ലാത്തവനായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാപം ഇല്ലാത്ത, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ഈ ഭൂമിയിൽ വന്നവനാ കർത്താവ് യേശു ക്രിസ്തു. അതാ എബ്രായർ 12:24 വിശുദ്ധ ബൈബിൾ പറയുന്നത്, യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നോ, നിങ്ങളെ അതിൽ നിന്ന് സേവ് ചെയ്യുവാൻ, നിങ്ങളെ അതിൽ നിന്ന് ഡെലിവറൻസ് തരുവാൻ, നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അതെ, കടും ചുവപ്പായിരിക്കുന്ന പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ളവനാ സർവശക്തനാകുന്ന ദൈവം. രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നതിനെ പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി തീർക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. മനുഷ്യൻ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന സകല പാപത്തിൽ നിന്നും ഏക പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലല്ല, ഒരു പുരുഷൻ്റെ ഇഷ്ടത്താലോ സ്ത്രീയുടെ ഇഷ്ടത്താലോ അല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. കന്യകയായ മറിയയുടെ അരികിൽ ഗബ്രിയേൽ ദൂതൻ പറയുന്നു, ലോകത്തിൻ്റെ രക്ഷകൻ നിന്നിൽ ജനിക്കാൻ പോകുന്നു. മറിയ ചോദിക്കുകയാണ്, ഞാൻ അവിവാഹിതയാണ്, എനിക്കൊരു പുരുഷനുമായിട്ടും ഒരു ബന്ധവുമില്ല, ഞാനൊരു പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്നത് വിശുദ്ധ പ്രജയായിരിക്കും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നു, അവൻ രക്തത്താലുമല്ല ജഡത്താലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ ഈ ഭൂമിയിൽ ജനിച്ചത്. ആയതിനാൽ എൻ്റെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ഒരു കുറ്റബോധം കൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങളുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാതെ ഒരു പുതിയ നല്ല സ്വഭാവത്തിന് ഉടമയായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ വചന സത്യപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിനകത്ത് നിലനിൽക്കണം, പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം, എൻ്റെ കർത്താവിനെ എനിക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന ആഗ്രഹത്തോടെ ഇന്ന് എന്നെ കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിങ്ങളെ വിമോചിപ്പിക്കാൻ കഴിയും. അതെ, മാമിൻ ഫറവോൻ്റെ സൈന്യത്തെയും ഫറവോനെയും ഒരു സംഹാരകനും ഒതുക്കാൻ കഴിയാതിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഫറവോനെ പരാജയപ്പെടുത്തിയ, അല്ലെങ്കിൽ ഫറവോനെ ഒതുക്കിയ ഒന്നാണ് ആ പെസഹ ദിവസം മോശ ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പരട്ടിയപ്പോൾ സംഹാരകൻ അന്ന് രാത്രിയിൽ അനേകരെ സംഹരിച്ചപ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, രക്തം മുദ്രയുള്ള ഒന്നിനെയും സംഹാരകനെ തൊടാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ആ കുഞ്ഞാടിനെ, പെസഹ കുഞ്ഞാടിനെ അറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. നമുക്ക് വിമോചനം തരുവാൻ, നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ, നമുക്ക് സമാധാനം തരുവാൻ, നമുക്ക് സൗഖ്യം തരുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ, നമുക്ക് പാപക്ഷമ തരുവാൻ നമുക്കായി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് കർത്താവ് യേശു ക്രിസ്തു തന്നെ. വിശുദ്ധ ബൈബിളിൽ
മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൻ്റെ ശേഷിപ്പ് ഉള്ളവരുടെ അകൃത്യം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അകൃത്യം ക്ഷമിക്കുന്ന, പാപങ്ങളെ വിമോചിപ്പിക്കുന്ന നിന്നോട് സമനായ ദൈവം വേറെ ആരുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പണത്തിന് വേണ്ടി മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ, നിങ്ങളുടെ പദവികൾ കണ്ടുകൊണ്ട് മനുഷ്യർ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ നടുവിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ നടുവിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നവനാ കർത്താവായ യേശു ക്രിസ്തു. അവൻ തൻ്റെ സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. നോക്കിയ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവനെ അവൻ നമുക്ക് വേണ്ടി നൽകി. ആമേൻ. ഒരപ്പൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ? ഒരമ്മ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ? ഒരു സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ? ഒരു പക്ഷേ അവർ മരിക്കാൻ തയ്യാറായാലും അതിൽ അവർക്ക് എന്തെങ്കിലും ലാഭം കാണും. എന്നാൽ നാം ലാഭപ്പെടുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ, നാം സമ്പന്നരാകുവാൻ അവൻ ദരിദ്രനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അതേ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളായ എന്നെയും നിങ്ങളെയും മിത്രങ്ങളാക്കി തീർത്തതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1, 2, 3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ലോകത്തിൽ നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്നേഹത്തിൽ അവൻ നമ്മെ മുൻ നിയമിച്ചു. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. ശത്രുക്കളായിരുന്ന എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിനാൽ പിതാവ് മിത്രങ്ങളാക്കി. ജാതികളായിരുന്ന എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പുത്രന്മാരും പുത്രിമാരും ആക്കി മാറ്റി. അതുകൊണ്ട് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, ആമേൻ, ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ പകർന്നു. ഇതിന് നമ്മൾ യോഗ്യരല്ലായിരുന്നു, ഇതിന് നമ്മൾ ഒരിക്കലും അർഹരല്ലായിരുന്നു. എന്നാൽ അർഹതകളില്ലാത്ത സ്ഥാനത്ത് അവൻ നമ്മെ അർഹനാക്കി. യോഗ്യതകളില്ലാത്ത സ്ഥാനത്ത് അവൻ നമുക്ക് യോഗ്യത നൽകി. നമ്മുടെ നല്ല ഗുണം കണ്ടോ, നമ്മുടെ നല്ല ക്വാളിറ്റി കണ്ടോ അല്ല ദൈവം നമ്മളെ സ്നേഹിച്ച്. നമ്മൾ പാപികൾ ആയിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35, 38, 39 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർപിരിക്കാൻ കഴിയില്ല. പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു അതിൻ്റെ 8-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ, മരണത്തിന് ഈ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും മരണം കൊണ്ട് അവസാനിക്കുന്നതാണ്. എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും കല്ലറ വരെ അവർക്ക് വരാൻ കഴിയൂ, സെമിട്രി വരെ അവർക്ക് വരാൻ കഴിയൂ, അതിനപ്പുറത്തേക്ക് അവർക്ക് വരാൻ കഴിയത്തില്ല. എത്ര സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിലും, എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും ആ സെമിട്രി വരെ അവർക്ക് വരാൻ കഴിയൂ. നിങ്ങളുടെ മരണം നടന്നു കഴിഞ്ഞ് നിങ്ങളെ അടക്കം ചെയ്യുന്ന ആ ശവക്കല്ലറ വരെ അവർക്ക് വരാൻ കഴിയൂ, അതിനപ്പുറത്ത് അവർക്ക് വരാൻ കഴിയില്ല. അവിടം കൊണ്ട് എല്ലാ സ്നേഹവും അവസാനിക്കുക, അവിടം കൊണ്ടൊരു മനുഷ്യൻ്റെ ജീവിതം തീരുക. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള സ്നേഹം മരണത്തിലും അവസാനിക്കാത്ത സ്നേഹമാണ്, മരണത്തിന് പോലും വേർപിരിക്കാൻ കഴിയാത്ത സ്നേഹമാണ്, അത് നിത്യതയോളം തുടരുന്ന സ്നേഹമാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, അതല്ലേ ഏറ്റവും വലിയ സ്നേഹം. ആയതിനാൽ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. ശത്രുക്കളായിരുന്ന നമ്മെ അവൻ മിത്രമാക്കി മാറ്റി, പാപികളായിരുന്ന നമ്മെ അവൻ്റെ രക്തത്താൽ വിശുദ്ധന്മാരാക്കി മാറ്റി. മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മളെ ഇപ്പോൾ ക്രിസ്തുവിനോട് സമീപസ്ഥരാക്കി മാറ്റി. ഈ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ, ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പൗലോസും പത്രോസും ഒക്കെ ആ സ്നേഹമാണ് യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും അവരെ തയ്യാറാക്കിയത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സുവിശേഷം പറയാൻ ആ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. മരിക്കാൻ പോലും, യേശു ക്രിസ്തുവിന് വേണ്ടി ചാകാൻ പോലും നിർബന്ധിക്കുന്നത് ആ സ്നേഹമാണ്. എത്ര വലിയ സ്നേഹമാണ്! അതിൻ്റെ ആഴം, അതിൻ്റെ
അതിൻ്റെ ഉയരം, അതിൻ്റെ വീതി ഈ ലോകത്തിലെ ആർക്കും പറയാൻ കഴിയത്തില്ല. ഒരു മത്സ്യത്തിന് വെള്ളത്തിനകത്ത് കിടന്നല്ലാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് മാത്രമേ ഒരു ദൈവപൈതലിന് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ആ സ്നേഹത്തിൽ നിന്ന് അവൻ പുറത്തു പോയി കഴിഞ്ഞാൽ, ആ സ്നേഹത്തെ അവൻ മറന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വലിയ പരാജയമായിരിക്കും. ഇന്ന് ഈ പ്രോഗ്രാം കാരണം നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളൊരു കാര്യം മാത്രം അറിയുക. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്, നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങൾ സൗഖ്യമാകാൻ, നിങ്ങൾ മാന്യരാകാൻ, നിങ്ങളുടെ പരാജയത്തെ ജയമാക്കാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാ തൻ്റെ ഏകപുത്രനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. പ്രവചനം മാറിപ്പോകും, ഭാഷാപരം നിന്നു പോകും, ആമേൻ, എല്ലാം മാറിപ്പോകും. പക്ഷേ ദൈവസ്നേഹം ഒരിക്കലും മാറിപ്പോകത്തില്ല. എനിക്ക് പർവ്വതങ്ങളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, ക്രിസ്തുയേശുവിൽ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ ഇങ്ങനെ പറയണേ യേശുവിനോട്, അപ്പാ അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഇപ്പോൾ ഞാൻ വളരെ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം എന്നിൽ കവിഞ്ഞൊഴുകണമേ. ആ കാൽവരി ക്രൂശിൽ അങ്ങ് എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെങ്കിൽ അങ്ങ് എനിക്ക് സകലതും നൽകാതിരിക്കുമോ? ഡാഡി, ഐ ലവ് യു. ജീസസ്, ഐ ലവ് യു. നിങ്ങൾ എത്ര പേർ പറയാൻ തയ്യാറാകും, യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന് ഇന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. നിങ്ങളങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവസ്നേഹം നിങ്ങളിൽ നിറഞ്ഞൊഴുകും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഡാഡി, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇപ്പോൾ ഇവരെ നിറയ്ക്കണമേ. ആ മാറ്റമില്ലാത്ത ആ ആർദ്രമായ സ്നേഹത്താൽ നീ ഇവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവരുടെ എല്ലാ മനോഭാരങ്ങളും മാറട്ടെ, ഇവരുടെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. എവിടെങ്കിലും ഇവർ റിജക്ഷൻസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, തിരസ്കരണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ അത്ഭുത വിടുതലുകൾ നടക്കട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കടഭാരം നിമിത്തം അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിമിത്തം ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ കരുതുന്നില്ല, എനിക്ക് മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആ വ്യക്തിയോട് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. നീ മരിക്കണ്ട, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശു നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. ആമേൻ. നിന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്നാണ് നീ പറയുന്നെങ്കിൽ, ആമേൻ, സ്വന്തം ജീവനെ തന്ന് നിന്നെ സ്നേഹിച്ച യേശു ഇന്ന് രാത്രി നിന്റെ റൂമിലേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നിന്നെ വിടുവിക്കുന്നു. ആ കടബാധ്യതയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നു. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ രോഗക്കെട്ടുകൾ ഉടഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ സാമ്പത്തിക കെട്ടുകൾ ഉടഞ്ഞു മാറട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് പകർന്നിരിക്കാൻ നന്ദി. താങ്ക് യു ലോർഡ്. ദീർഘവർഷങ്ങളായി നിൽക്കുന്ന മൈഗ്രെയിൻ തലവേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 18 വർഷങ്ങളായി നിൽക്കുന്ന മൈഗ്രെയിൻ ഹെഡേക്ക് ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ വ്യക്തിയെ യേശു ഇപ്പോൾ പൂർണ്ണമായിട്ട് വിടുവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിൽക്കുന്ന നിൽപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങുന്ന അനുഭവം വരികയും അപ്പോൾ വീഴാൻ പോകുന്ന പോലെ തോന്നുകയും ചെയ്യുന്ന ഒരു സഹോദരിയെ ഇപ്പോൾ യേശു കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. ഹീൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുത വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ കർത്താവേ. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും യേശു കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞു കവിയട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ.